السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي جعل الأرحام وسيلة للعباد والصلاة والسلام على خير من دعا إلى صلة الأرحام وعلى آله الفائزين. أما بعد, ഏറ്റവും ബഹുമാനാദരകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേവലം അരസന്റെ മുക്കാസന്റെ സ്ഥലത്തിന്റെ പേരിൽ പോലും തുടങ്ങുന്ന ചെറിയ ചെറിയ തർക്കങ്ങളിൽ നിന്ന് കുടുംബ ബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കുടുംബ ബന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ കുടുംബം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിനെ ഒന്ന് നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടു നടന്നാൽ സ്വർഗത്തിലേക്കുള്ള പാത പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നൊരു അമലാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. എന്നാൽ കേവലം ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരില്, ചെറിയ ചെറിയ കലഹങ്ങളുടെ പേരില് കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞുകൊണ്ട് കണ്ടാൽ പോലും മിണ്ടാതെ സലാം പറയാതെ എല്ലാ രീതിയിലും കുടുംബക്കാരനെ അവഗണിച്ചുകൊണ്ട് കഴിയുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅ, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അവനിനി എത്ര നിസ്കരിക്കുന്നവനാവട്ടെ, എത്ര നോമ്പ് നോൽക്കുന്നവനാവട്ടെ എന്ന് വേണ്ട, ജീവിതകാലം മുഴുവനും എല്ലാവിധ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് സൂഫി ജീവിതം നയിച്ചവനാണെങ്കിൽ പോലും കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞോ സ്വർഗത്തിന്റെ വാതിലവനക്ക് വിട്ടുകടക്കാൻ കഴിയുകയില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എന്ത് വലിയ സ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന് നൽകിയിട്ടുള്ളത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ മുത്തുനബി തങ്ങള് മരണാസന്നനായി കിടക്കുമ്പോ ഹബീബിന്റെ നാവിൽ നിന്ന് എന്തോ ഇങ്ങനെ ഉരവിടുന്നുണ്ട്. ആ ഒരു സമയത്ത്, അവസാന സമയത്തായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാതുകളെ ഹബീബിന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു വെച്ച് നോക്കി. അപ്പോൾ അവിടുന്ന് ഉരവിടുന്നതായിട്ട് കേൾക്കുന്നത് അൽ അർഹാം അൽ അർഹാം അൽ അർഹാം, കുടുംബബന്ധം എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടുംബബന്ധം അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. അതിനെ നിങ്ങൾ നിസ്സാരമാക്കല്ല, അതിനെ നിങ്ങൾ മുറിച്ചു കളയല്ലേ, ചേർത്ത് പിടിക്കണേ എന്നുള്ള സുന്ദരമായ സന്ദേശമല്ലേ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവസാനമായ സമയത്ത് പോലും പരിശുദ്ധമായ ഉമ്മത്തിന് നൽകുന്ന സന്ദേശം പ്രിയമുള്ളവരെ നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മൾ ഇന്ന് ദുനിയാവിൽ ചെയ്യുന്ന എല്ലാവിധ അമലുകളിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന അമലായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുക എന്നുള്ള അമലിനെയാണ്. ആ കുടുംബബന്ധം എങ്ങനെ ചേർക്കണമെന്നും അതിൻ്റെ ഉത്തമമായ വ്യക്തമായ പരിപൂർണ്ണ രൂപവും ഇസ്ലാം തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽവാസിലു ലൈസ ബിൽ മുകാഫി, കുടുംബ ബന്ധം ചേർക്കുന്നവനെന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു ബന്ധു നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു തരുമ്പോ, ഒരു ഉപകാരം ചെയ്തു തരുമ്പോ അതിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കലല്ല, അതിനല്ല കുടുംബ ബന്ധം ചേർക്കൽ എന്ന് പറയുന്നത്. വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖതഅത് റഹിമുഹു വസലഹാ, മറിച്ച് കുടുംബബന്ധം ചേർക്കലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലങ്ങളായിട്ട് നമ്മളോട് തെറ്റിക്കഴിയുന്ന, നമ്മളെ കണ്ടാൽ മുഖം തിരിച്ചു കളയുന്ന, പരിപൂർണമായിട്ടും അവഗണിച്ചു കളയുന്ന ഒരു കുടുംബക്കാരനുണ്ടെങ്കിൽ ആ കുടുംബക്കാരൻ്റെ അടുക്കലേക്ക് അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞ് വളരെ സൗമ്യമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് ആ ഒരു കുടുംബ ബന്ധത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നവനുണ്ടോ അവനാണ് കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് ലോകത്തിൻ്റെ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അത്രത്തോളം അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുടുംബ ബന്ധത്തെ ചേർക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാകുന്നത്. ഒരിക്കൽ മദീന പള്ളിയിലെ ഒരു അഅറാബി വന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഹ്റാബിലെ മൂത്രമൊഴിക്കുകയാണ്. ആ ഒരു സമയത്ത് സഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, എന്ത് വൃത്തികേടാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്? ഇയാളുടെ തല ഞങ്ങൾ വെട്ടട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോ തൊട്ടുപോകരുതവനെ എന്ന് പറഞ്ഞ് വളരെ സൗമ്യമായ രീതിയിൽ ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ആ ഒരു അഅറാബിയെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചു. അതേ പ്രവാചകൻ തന്നെ അതേ പള്ളിയിൽ വെച്ച്, മദീന പള്ളിയിൽ വെച്ച്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ അത് ആരോടാണെന്നറിയോ? കാത്തിയുർ റഹിം, അത് കുടുംബ ബന്ധം മുറിച്ചവനോടാണ്. അത്രത്തോളം വെറുപ്പോടെയും മറുപ്പോടെയും ഇസ്ലാം കണ്ട വേറെ എന്ത് തെറ്റാണ് പ്രിയമുള്ളവരെ ഉള്ളത്? ഇന്നല്ലാഹ ലാ യൻസിലു ഫീ ഖൗമിൻ ഫീഹി ആക്, കുടുംബ ബന്ധം മുറിച്ചവനുള്ളൊരു സമുദായത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇമ്പവും കമ്പവും സ്നേഹവും സമാധാനവും ഉള്ളൊരു കുടുംബത്തെ പടുത്തുയർത്താൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.